അമേരിക്കയെ ഒഴിവാക്കി ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് പുതിയ കടൽപാത കരാറുണ്ടാക്കി. പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, ഏതൊരു വിഷയം വന്നാലും ഒമാൻ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതയാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു ഏകോപന സംവിധാനം, ഒരു ഫോറം ഉണ്ടാക്കിയത്. അതിൽ 14 രാജ്യങ്ങൾ അംഗീകരിച്ചു ഒപ്പിട്ടു. എങ്കിലും അതിൽ നിന്ന് ഒമാൻ മാറി നിന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഒമാൻ ഇപ്പോഴും അമേരിക്കയുടെയോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെയോ നയനിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമല്ല എന്ന് തെളിയിച്ചത് കൂടിയാണ്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാനോടൊപ്പം ചേരാൻ വേണ്ടി ഒമാൻ തീരുമാനിച്ചു എന്നുള്ളത്. ഇത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അന്താരാഷ്ട്ര പാതയുടെ ഭാഗമാണ് എന്നതിനാൽ തന്നെ ഇവിടെ ഇപ്പോഴത്തെ ഒരു യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒമാൻ മാറി നിൽക്കുന്ന ഉചിതമല്ലെന്നും, ഇറാനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്തു ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനേക്കാളും നല്ലത് ശാന്തമായ രീതിയിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതാണ്, അഥവാ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഉചിതം എന്നാണ് ഒമാന്റെ അഭിപ്രായം. ഇപ്പോൾ കപ്പലിന് സഞ്ചരിക്കേണ്ട റൂട്ട് പാത കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായി. കപ്പലിൽ നിന്ന് ഈ സർവീസ് ഫീസ് വാങ്ങാൻ വേണ്ടിയിട്ടും ധാരണയായി. സർവീസ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് മുമ്പൊക്കെ ചുങ്കം എന്ന് പറഞ്ഞിരുന്നു. അതിന് പകരമായി നാവിഗേഷൻ സേവന ചിലവ് എന്നോ സർവീസ് ഫീസ് എന്ന നിലക്കോ വാങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ചരക്ക് മൂല്യത്തിൻ്റെ 5 മുതൽ 7% വരെ അങ്ങനെ ഈടാക്കും. അതിൽ 2% ഒമാന് നൽകാൻ വേണ്ടിയിട്ടും സാധ്യതയാണ് പറഞ്ഞത്, ധാരണയല്ല. ധാരണയായിട്ടുള്ള ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. വടക്കൻ തീരം, ഇറാന്റെ വടക്കൻ തീരത്താണ് ഈ പറയപ്പെട്ട ഹോർമുസ് കടലുള്ളത്. തെക്കൻ ഭാഗം ഒമാന്റെ മുസന്തം എന്ന് പറയുന്ന ഉപദ്വീപാണ്. അതിനോട് ചേർന്നിട്ടാണ് പോകുന്നത്. പ്രവേശനം ഇറാന്റെ തീരം ചേർന്നും പുറത്ത് കടക്കുന്നത് ഒമാന്റെ തീരം ചേർന്നുമായിരിക്കും. ഈ കരാർ വ്യവസ്ഥ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. നാവിഗേഷൻ സുരക്ഷ പ്രാബല്യത്തിൽ വരും എന്ന് വെച്ചാൽ ഈ കപ്പലുകൾക്ക് ഈ കരാർ വ്യവസ്ഥയൊക്കെ പാലിച്ചുകൊണ്ട് ഈ മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇറാനോടൊപ്പം തന്നെ ഒമാനും തയ്യാറാകും എന്നും പറയുന്നു. അപ്പോൾ ഇതിലിപ്പോൾ 2 കവാടങ്ങൾ, 2 പാതകളാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് പുറത്തോട്ട് പോകാനുള്ള പാതയാണ്, രണ്ടാമത്തേത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള പാതയാണ്. രണ്ടും 2 എണ്ണമാണ്. അതായത് 3 കിലോമീറ്റർ വീതി വിസ്താരത്തിലാണ് ഒരു പാതയുള്ളത്. സമാനമായ രീതിയിൽ മറ്റൊരു പാതയുള്ളത് 3 കിലോമീറ്റർ വീതി വിസ്താരത്തിലാണ്. ഇങ്ങോട്ട് വരാനുള്ളത് അങ്ങോട്ട് വീതി നീളം നോക്കുന്ന സമയത്ത് ഏകദേശം 95 കിലോമീറ്റർ ആണ് ഹോർമുസ് എന്ന് പറയുന്ന മൊത്തം കടലിൻ്റെ നീളം കണക്കാക്കുന്നത്. ഏകദേശം 35 കിലോമീറ്റർ വീതിയുള്ള ഭാഗമുണ്ട്, 30 ഉണ്ട്, 15 കിലോമീറ്റർ വീതിയുള്ള ഭാഗമുണ്ട്. അങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു കടൽ, ഈ ഒരു കയത്ത് പോലെയാണ്, ഒരു കുപ്പിക്കയത്ത് പോലെയാണ് യഥാർത്ഥത്തിൽ ഹോർമുസ് കടൽ എന്ന് പറയുന്നത്. നമ്മൾ ഗൂഗിൾ ആ മാപ്പ് നോക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് വളഞ്ഞ് പൊളഞ്ഞ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ പാത വളരെ പ്രധാനപ്പെട്ടാണ്. അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് പെട്രോളിയം വഹിച്ചുകൊണ്ട് പോകുന്ന 1/5 കപ്പലും ഹോർമുസിൽ നിന്നാണ് പോകുന്നത്, അല്ലെങ്കിൽ ഹോർമുസിനെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് ചുരുക്കം. ഇറാനും ഒമാനും പുറമെ 6 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പാതയെ ആശ്രയിക്കുന്നത്. ഒന്ന് ഇറാഖാണ്, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, UAE. ഇവരെല്ലാവരും എല്ലാ കാലത്തും ഈ പാതയെ ആശ്രയിച്ചിട്ടായിരുന്നു മറ്റ് രാജ്യങ്ങൾക്ക് പെട്രോളിയം അല്ലെങ്കിൽ ഗ്യാസ് ഇതുമായിട്ട് വിൽപ്പന നടത്തിയിരുന്നത്. ഈ മേഖല കടന്നാൽ, അതായത് ഹോർമുസ് കടൽ കടന്നാൽ പേർഷ്യൻ കടലിലേക്ക് എത്താൻ പറ്റും, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്താൻ പറ്റും, അറേബ്യൻ കടലിലേക്ക് എത്താൻ പറ്റും. ഈ 3 കടൽപാത അങ്ങോട്ട് ഈ ഭാഗത്തോട് പോകുന്ന സമയത്ത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ, യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ സർവ്വ മേഖലയിലേക്കും എത്താൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ ആഫ്രിക്കയിലേക്കും പോകാം. ആഫ്രിക്കയ്ക്ക് 2 റൂട്ടുണ്ട്. 2 റൂട്ടും ഉപയോഗിക്കാറുണ്ട് ആ മേഖലയിലേക്ക്. അതായത് ലോകത്തിൻ്റെ സർവ്വ മേഖലയിലേക്കും ഈ കുപ്പിക്കയത്ത് പോലെയുള്ള ഹോർമുസിൻ്റെ കടൽ കടന്നിട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നും
ഹോർമുസ് കടലിന് നേരെ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടി ശ്രമിച്ച ഇറാന്റെ അനുമതി ഇല്ലാതെ ഈ മേഖലയിലേക്ക് പ്രവേശിച്ച കപ്പലിന് നേരെ വെടിവെപ്പ് നടന്ന വിവരങ്ങൾ പുറത്തു വന്നു. മിസൈൽ ആക്രമണം എന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത് 2 കപ്പലാണോ 1 കപ്പലാണോ എന്നതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര പാത ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് അതിലൂടെ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കപ്പൽ പോകുന്നത്. പിന്നീട് മിസൈൽ ആക്രമണം നടത്തിയിട്ട് വലിയ നാശങ്ങളുണ്ടായി. സൗദി അറേബ്യയുടെ ഒരു കപ്പൽ തകർന്നു എന്ന റിപ്പോർട്ട് അന്ന് പുറത്തു വന്നു. നിലവിൽ ഈ പാതക്ക് പകരം, അതായത് നമ്മൾ പറയുന്ന സമയത്ത് 2 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു കടലെടുക്കാവുന്ന സമയത്ത് ഒമാൻ്റെ കടലെടുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഒമാൻ്റെ തീരം ചേർന്ന്, അതായത് ഇറാൻ്റെ കംപ്ലീറ്റ് മേഖല ഒഴിവാക്കിക്കൊണ്ട് ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് ഒരു സമാന്തര പാത ഉണ്ടാക്കി. ഈ സമാന്തര പാത ഇപ്പം യുദ്ധകാല അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ മേഖലയിലൂടെ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒറ്റക്ക് കടൽ കടക്കാനുള്ള അനുമതി നൽകാൻ പാടില്ലെന്നും അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധ്യമല്ലെന്നും ഇറാൻ പറയുന്നു. അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സമാന്തര പാതയിലൂടെ ഇപ്പോൾ കപ്പൽ പോകുന്നില്ല. വല്ലപ്പോഴും ഒറ്റപ്പെട്ട കപ്പലുകൾ പോകുന്നത് ഇറാൻ്റെ അനുമതിയോട് കൂടിയാണ്. ഇറാൻ്റെ അനുമതി ഇല്ലാതെ 2 ഭാഗങ്ങളിലെയും ഈ പറയപ്പെട്ട 2 മേഖലയിലൂടെയും, അതായത് ഇറാൻ്റെ തീരം ചേർന്നും ഒമാൻ്റെ തീരം ചേർന്നും അല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം ഇറാൻ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് പൂർണ്ണമായിരിക്കുന്ന ഒരു താല്പര്യമൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടൽ അന്താരാഷ്ട്ര പാതയാണ്, ആ പാതയായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. പിന്നീട് ഇപ്പോഴത്തെ പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ അങ്ങനെ തിരുത്തലുകൾ വരുത്തി ഇറാന് പൂർണ്ണാധികാരം കിട്ടുന്ന ഒരു നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒമാനാണ് അതിൻ്റെ അവകാശി എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇറാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ ഇറാൻ അതിനിപ്പോൾ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര പാതയിൽ നിന്ന് തങ്ങളുടെ ദേശീയ ഭാഗത്തിലേക്ക് ഹോർമുസ് എന്ന് പറഞ്ഞ കടൽ ഭാഗത്തെ മാറ്റിപ്പണിത് ട്രംപ് തന്നെയാണ്. വളരെ ശാന്തമായി നിലനിന്നിരുന്ന ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി അവിടുത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കിയ ഒരു രാജ്യവുമായിട്ട് ഞങ്ങൾക്ക് സന്ധിയില്ല, ഞങ്ങൾക്ക് യുദ്ധമാണ് താല്പര്യം, ഇനിയും അത് ചെയ്യാനാണ് താല്പര്യം. ഈ തരത്തിൽ അവർ അതിനുള്ള പ്രതികരണം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ സാമ്പത്തികമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്നു. മാത്രമല്ല, മുൻപ് കിട്ടിയ പോലെ വളരെ സുഖകരമായ രീതിയിലുള്ള പെട്രോളിയം ഒരു രാജ്യത്തിനും ഇപ്പോൾ ലഭിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ പെട്രോളിന് വില കൂടിയിട്ടുണ്ട്. പാകിസ്ഥാനിലൊക്കെ 6 പ്രാവശ്യമെങ്കിലും കൂടിയിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങൾക്കും കൂടിയത് 8ഉം 10ഉം തവണയാണ്. 32% വില വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. അമേരിക്കക്ക് പോലും യഥാർത്ഥത്തിൽ ഈ പെട്രോളിയം നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നിയന്ത്രണം അമേരിക്കയ്ക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ താല്പര്യമുണ്ട്. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന സൈനിക രാജ്യത്തെ ഇല്ലാതാക്കാനോ അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനോ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്താനോ പല രീതിയിലും പല രൂപത്തിലും ശ്രമം നടത്തിയിട്ടും 100% അമേരിക്കക്ക് പരാജയമാണ് ഉണ്ടായത്. ഈ മേഖലയിലൂടെ മറ്റ് കപ്പലുകൾ സ്വതന്ത്രമായ രീതിയിൽ പോകണം എന്ന് അമേരിക്ക സ്വപ്നം കാണുക എന്നല്ലാതെ യാഥാർത്ഥ്യമാകില്ലെന്ന് ഇറാൻ്റെ പ്രസിഡന്റും ഇറാൻ്റെ ഈ വിദേശകാര്യമന്ത്രി സംയുക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു. അബ്ബാസ് അറാഗ്ചി പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ ഇറാൻ്റെ പ്രസിഡന്റായിരിക്കുന്ന മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. തത്തുല്യമായ രീതിയിൽ അതിൻ്റെ മേലെ നിന്നുകൊണ്ട് തന്നെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായും സമാനമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന കടലിടുക്കിനെ മറ്റേതൊരു വിദേശ രാജ്യ ശക്തികളും ഇല്ലാതാക്കാനോ പിടിച്ചെടുക്കാനോ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അവസാനമില്ലാത്ത യുദ്ധപ്രഖ്യാപനമായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യേണ്ടതുള്ളൂ എന്നവർ പറഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനും ഒമാനും ചേർന്നുകൊണ്ട് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു കടൽപാത വെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് ഏറെക്കുറെ പ്രശ്നത്തിലൊരു ശാന്തത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ്.